നമസ്കാരം. മാനുഷികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, അന്താരാഷ്ട്ര മര്യാദകളുടെയൊക്കെ സർവ്വവിധ സീമകളും അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗസയിലെ റഫയിൽ നടത്തുന്ന ആക്രമണം നിർബാധം തുടരുകയാണ്. അവിടെ റഫയിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് ഈ പലായനം ചെയ്ത് വന്നവരോട് ഇസ്രായേൽ തന്നെ വാഗ്ദാനം ചെയ്ത സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഒരു തമ്പിൽ നടത്തിയ ആക്രമണത്തിൽ 40ഓളം സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് തിരിച്ചറിയാൻ പോലുമാകാത്ത വിധം കത്തിക്കരിഞ്ഞ് കൊല്ലപ്പെട്ടത്. ആ തരത്തിൽ അങ്ങേയറ്റം മനുഷ്യത്വഹീനമായ ഇടപെടൽ ഇപ്പോഴും ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്തർദേശീയ തലത്തിൽ, ആഗോള തലത്തിൽ വലിയ പ്രതിഷേധം ഇരമ്പുന്നൊരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നു. ഓൾ ഐസ് ഓൺ റഫ എന്ന പേരിൽ ഇപ്പോൾ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ആരംഭിച്ചിരിക്കുന്നു. അതിൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ആലിയ ഭട്ട്, രാധിക ആപ്തെ ഉൾപ്പെടെയുള്ള പ്രമുഖ നടിമാരും നടന്മാരുമൊക്കെ ഈ ക്യാമ്പയിനിൽ നേരിട്ട് ചേരുകയും ഇങ്ങനെ ഈ രീതിയിൽ മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്ന ഇസ്രായേൽ രാജ്യമേ വേണ്ട എന്നൊരു ബോളിവുഡ് നടനൊക്കെ അല്പസമയം മുമ്പ് എക്സിൽ കുറിച്ചിരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകൾ വരുന്നു. ആ നിലക്ക് അന്താരാഷ്ട്ര സമ്മർദ്ദം മുഴുവൻ ഇസ്രായേലിന് എതിരാകുമ്പോൾ പോലും ഇസ്രായേൽ അവർ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ നിന്നൊട്ടും പിൻവലിയാതെ ഈ റഫയിൽ വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിനെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഈ ഘട്ടത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം സംസാരിക്കുകയാണ്. ദാവൂദ് സാഹിബ്, ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഫ്രഞ്ച് പാർലമെൻറ്റിൽ ഒരു MP വലിയ പ്രതിഷേധം നടത്തി അദ്ദേഹത്തെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം ഈ ഘട്ടത്തിലും നടക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രയോജനം ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഉണ്ടാവുമെന്ന് കരുതേണ്ടതുണ്ടോ? സൈഫ്, ഇപ്പം നടക്കുന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഓൾ ഐസ് ഓൺ റഫ എന്ന പേരിലുള്ളതാണ്. അതിൽ ഓഫ് കോഴ്സ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ തന്നെയാണ്. പക്ഷേ അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫലസ്തീനിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റഫയിലെ പ്രശ്നം മാത്രമല്ല. നേരത്തെ ഗസയെക്കുറിച്ചാണ് ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. റഫയുമല്ല ഗസയുമല്ല, ഫലസ്തീനാണ് അടിസ്ഥാന പ്രശ്നം. അപ്പം ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുമ്പം ഈ ഫലസ്തീൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് ഇഷ്യൂ ഉണ്ടല്ലോ, അത് മറന്നു പോകരുത് എന്ന് വെച്ചിട്ട് ഓൾ ഐസ് ഓൺ റഫ എന്ന ക്യാമ്പയിൻ പ്രസക്തമല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫലസ്തീൻ ഇഷ്യൂ എന്നുള്ളതാണ്. ഈ റഫ, ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ വരുന്നതിന് കാരണം നമുക്കറിയാം. 2 ദിവസം മുമ്പാണ് അവിടെ ഈ പറയുന്ന വലിയ ആക്രമണം ഉണ്ടാകുന്നത്. വലിയ ആക്രമണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സെയ്ഫ് പറഞ്ഞു, അഭയാർത്ഥികൾ തമ്പടിച്ച ടെൻറ്റുകളിലാണ് ആക്രമണം ഉണ്ടായത്. ഈ അഭയാർത്ഥികളെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ നേരത്തെ അഭയാർത്ഥികളായിരുന്നില്ല. ഗസ എന്ന് പറയുന്ന ആ പ്രദേശം 75% 70 വർഷമായി അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞ ഒരു നഗരമാണ്. അതൊരു അഭയാർത്ഥി ക്യാമ്പാണ് അടിസ്ഥാനപരമായി. 48-ലെ ഇസ്രായേൽ രൂപീകരണത്തെ തുടർന്ന് നിരവധിയായിട്ടുള്ള പലസ്തീൻ ഗ്രാമങ്ങളിൽ നിന്ന് അഭയാർത്ഥികളെ ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യർ തമ്പടിച്ച ഒരു നഗരമാണ്, അവർ വളർത്തിയെടുത്തൊരു നഗരമാണ് ഗസ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ, ഇസ്രായേലിൻ്റെ ഈ അധിനിവേശം തുടങ്ങിയപ്പോൾ തെക്കൻ സെൻട്രൽ ഗസയിൽ നിന്നും നോർത്തേൺ ഗസയിൽ നിന്നൊക്കെ വീട് വിട്ടൊഴിഞ്ഞു പോയ മനുഷ്യർ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ വന്ന് തമ്പടിച്ചിരിക്കുന്ന പ്രദേശമാണ് റഫ. ഈ റഫയിൽ ഇങ്ങനെ തമ്പടിച്ച മനുഷ്യർക്കിടയിൽ ഇസ്രായേൽ എന്ത് ചെയ്യുകയാണ്? കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഹെലികോപ്റ്ററിലൂടെ ലഘുലേഖകൾ വർഷിക്കുകയായിരുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകണം, ഈ ലഘുലേഖകൾ വന്ന് വീഴുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറിപ്പോകണം, ഇന്ന സേഫ് സോണുകളുണ്ട്, അവിടേക്ക് പോകണം, ഇവിടെ ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് മാറിപ്പോയ ആളുകൾ എഗൻ തമ്പടിച്ച് താമസിച്ച സ്ഥലമുണ്ട്. അപ്പോൾ ആലോചിക്കുക, അടിസ്ഥാനപരമായി അഭയാർത്ഥികളായിട്ടുള്ള സമൂഹം, അവർ അഭയാർത്ഥികളായിട്ട് റഫയിലേക്ക് വരുന്നു. അവിടുന്ന് പിന്നെയും ഇസ്രായേൽ തന്നെ ഡെസൈനേറ്റ് സേഫ് സോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ ടെൻ്റടിച്ച് കഴിയുന്ന മനുഷ്യർക്ക് മേലാണ് അതിമാരകമായ ബോംബുകൾ വർഷിപ്പിക്കുന്നത്. എന്നിട്ട് അവിടെ മനുഷ്യർ ജീവനോടെ ചുട്ട് ചാമ്പലാവുകയാണ്. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, രോഗികൾ, ഇവർ 45 ആളുകൾ കരിഞ്ഞുപോയി എന്നുള്ളത് മാത്രമല്ല, 200-ലേറെ പേർ ആളുകൾ അതിമാരകമായ പൊള്ളലേറ്റ് കഴിയുന്നുണ്ട്. ഈ പൊള്ളലേറ്റ മനുഷ്യർക്ക് ചികിത്സയുണ്ടോ അവിടെ? അവർക്ക് ഹോസ്പിറ്റലുകളില്ല, ഉള്ള ഹോസ്പിറ്റലുകൾ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകൾ ഓവർ ക്രൗഡഡാണ്, അവിടേക്ക് പോകാൻ വഴികളില്ല, ഇങ്ങനെ കറണ്ടില്ല, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ പരിക്ക് പറ്റിയ പൊള്ളലേറ്റ മനുഷ്യർ എത്ര പേർ ഇനി ജീവിച്ചിരിക്കും?
എന്നുള്ളത് അതേക്കാൾ വലിയൊരു സംഗതിയാണ്. ഇതിലേറ്റവും കൗതുകകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഗസ അധിനിവേശം തുടങ്ങിയ ശേഷം ആദ്യമായി ഒരു അബദ്ധം പറ്റി എന്ന് ബെന്യമിൻ നെതന്യാഹു വളരെ എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞൊരു സംഭവമാണിത്. അദ്ദേഹം നെസറ്റിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കെന്താണ്? ട്രാജിക് മിസ്റ്റേക്ക് എന്നാണ്. ദുരന്തപൂർണമായ അബദ്ധം. ഇപ്പോൾ ട്രാജിക് മിസ്റ്റേക്ക് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ട്രാജഡിയുടെ ആഴം, ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ കൗതുകം എന്ന് വെച്ചാൽ ട്രാജിക് മിസ്റ്റേക്ക് എന്ന് നെതന്യാഹു വരെ വിശേഷിപ്പിച്ച സംഭവം ഇതിനെ പിന്തുണക്കാൻ വേറെ ആളുകളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ഈ നവനാസ്തികരുടെ ഗ്രൂപ്പുകളിൽ പോലും ഇതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഏത് ബെഞ്ചമിൻ നെതന്യാഹു തള്ളി പറഞ്ഞ ഈ സംഭവത്തെ പോലും ഞാൻ പറഞ്ഞു വെച്ചാൽ ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഈ പെട്ടെന്ന് ഉയർന്നു വരാനുള്ള കാരണം ഈ ആക്രമണത്തിൻ്റെ ഒരു ഗൗരവം, അതിൻ്റെ ഒരു ആഘാതം കാരണമാണ്. സാധാരണഗതിയിൽ ഹൃദയമുള്ള ഒരു മനുഷ്യനും സങ്കല്പിക്കാൻ പറ്റാത്ത ക്രൂരതയാണ്. ആ ക്രൂരതയാണ് കഴിഞ്ഞ 236 ദിവസമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അങ്ങേയറ്റം വേദന നിറഞ്ഞ ഒരു ദിവസം എന്നുള്ളതാണ് റഫ ആക്രമണത്തിൻ്റെ ആ ഒരു ഇത് എന്ന് പറയുന്നത്. പക്ഷെ അതുകൂടെ നമ്മൾ കാണേണ്ടത് എപ്പോഴാണ് സംഭവിക്കുന്നത്? റഫയിലെ ഓപ്പറേഷൻസ് നിർത്തിവെക്കണം എന്ന് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിച്ചതിന് ശേഷം തൊട്ടുടനെയാണ് ഈ ആക്രമണം നടക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അതിനെ നയിക്കുന്ന ആളുകൾ, അവിടുത്തെ ഭരണാധികാരികൾ, അവരുടെ മാനുഷിക ബോധം, അവരുടെ സിവിലൈസേഷണൽ വാല്യൂ എന്താണ്? അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ആളുകൾ ഭയങ്കര നാഗരികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഹ്യൂമനിസത്തിൻ്റെയും ഒക്കെ ആളുകളായുള്ള ആളുകളാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ദീർഘകാലത്തെ ഒരു പ്രോസസ്സിലൂടെ ഒരു വിധി പ്രസ്താവം നടത്തുകയാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വംശഹത്യയാണ്, വംശഹത്യയിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് ഗസയിൽ ഓപ്പറേഷൻസ് മുഴുവൻ നിർത്തിവെക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. റഫേൽ ഓപ്പറേഷൻസ് നിർത്തിവെക്കണമെന്നാണ്. അത് മാനിക്കാത്ത, കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ വിധി മാനിക്കാത്ത, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ നിലപാടുകൾ മാനിക്കാത്ത, UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രമേയം മാനിക്കാത്ത, UN ജനറൽ അസംബ്ലിയുടെ പ്രമേയം മാനിക്കാത്ത ഒരു രാജ്യം അതെങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യമാകുന്നത്? അതെങ്ങനെയാണ് ഒരു സിവിലൈസേഷണൽ പ്രോജക്റ്റ് ആവുന്നത്? അത് മനുഷ്യവിരുദ്ധമായിട്ടുള്ളൊരു സംവിധാനമാണ്. അതൊരു പിശാചുക്കളുടെ സംഘമാണ്. സയണിസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, സയണിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അത് രക്തദാഹികളായ പിശാചുക്കളാൽ നയിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആളുകൾക്ക് അറിയില്ലായിരുന്നു. ഇത് തിരിച്ചറിയുന്നു, ലോകം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സെയ്ഫ് പറഞ്ഞ ഒരു ഫ്രഞ്ച് പാർലമെൻറ്റിൽ ഫലസ്തീൻ പതാക ഉയരുകയാണ്. ലോകത്ത് എവിടെയെങ്കിലും സംഭവിക്കുക? ഒരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ മറ്റൊരു രാജ്യം എന്ന് പോലും പറയും, മറ്റൊരു അർദ്ധരാജ്യത്തിൻ്റെ പതാക ഉയരുന്നു. അപ്പോൾ ആ പാർലമെൻറ്റ് അംഗത്തെ പിടിച്ച് പുറത്താക്കി സസ്പെൻഡ് ചെയ്തു. പക്ഷേ അതിൽ വലിയ പ്രാധാന്യമുണ്ട്. ഫ്രഞ്ച് പാർലമെൻറ്റിൽ ഫലസ്തീൻ്റെ പതാക ഉയരുന്നു മാത്രമല്ല, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന പതാക ഏതാണ്? ഏതെങ്കിലും ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വികസിത രാജ്യത്തിൻ്റെ പതാകയല്ല. ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ഇല്ലാ രാജ്യത്തിൻ്റെ പതാകയാണ് ഇന്ന് ലോകത്തെല്ലായിടത്തും ഏറ്റവും അധികം പാറിപ്പറക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. യൂണിവേഴ്സിറ്റികളിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, കലാ പരിപാടികൾ. ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ 2 കൾച്ചറൽ ഇവൻ്റാണ് ഈ യൂറോപ്പിൽ നടക്കുന്ന യൂറോവിഷൻ. ഈ മെയിൽ തന്നെ നടന്നിട്ടുള്ളതാണ്. യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മ്യൂസിക്കൽ കണ്ടസ്റ്റ്. ആ പരിപാടി മൊത്തം ഫലസ്തീനിൽ മുങ്ങി നിറയുകയായിരുന്നില്ല. അവിടെ ഇസ്രായേൽ എന്നുള്ളൊരു പാട്ടുകാരി വന്നപ്പോഴേക്ക് അവിടെ ഉണ്ടായ പ്രതിഷേധം എന്ന് ആലോചിച്ച് നോക്കാം. 10,000-കണക്കിന് മനുഷ്യരാണ് ഫലസ്തീനി പതാകകളുമായിട്ട് കഫിയയുമായിട്ട് സ്വിറ്റ്സർലൻഡിലെ ഈ മ്യൂസിക്കൽ ഇവൻറ്റിൻ്റെ വേദിയിലേക്ക് വരുന്നത്. ഈ മെറ്റ് ഗാല ഇവൻറ്റ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാഷൻ പരേഡാണ് ഈ മാൻഹാട്ടിൽ നടക്കുന്നത്. മെയ് 6-7 അത്. അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താണ്? ഫാഷൻ അറ്റയറിനെ കുറിച്ചോ അവിടെ വന്നിട്ടുള്ള ഈ കണ്ടസ്റ്റൻറ്റിൻ്റെ ഇതിനെക്കുറിച്ചോ അല്ല. അതും മുങ്ങിയിരിക്കുന്ന എന്തിലാണ്? ഫലസ്തീനിൽ മുങ്ങിയിരിക്കുകയാണ്. ലോകത്തെ ഫാഷൻ ഇവൻറ്റുകൾ, ഫിലിം ഇവൻറ്റുകൾ, കൾച്ചറൽ ഇവൻറ്റുകൾ, യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, സാധാരണഗതിയിൽ അധികമൊന്നും പൊളിറ്റിക്സ്, രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാത്ത സ്പോർട്സ് ഗാലറികൾ, ഇവിടെയെല്ലാം ഫലസ്തീൻ പതാകകൾ വന്ന് നിറയുകയാണ്. കഫിയ വന്ന് നിറയുകയാണ്. ഫ്രം ദ റിവർ ടു ദ സീ എന്ന് പറയുന്ന മുദ്രാവാക്യം മലയടിക്കുകയാണ്. വളരെ പ്രസിദ്ധമായ ആ സ്വീഡിഷ് റാപ്പ് അത് ആലപിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകം യഥാർത്ഥത്തിൽ ഈ പറയുന്ന രക്തദാഹികളായ ഭരണാധികാരികളും
മനുഷ്യത്വമുള്ള ബഹുജനങ്ങൾക്കും ഇടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇസ്രായേലിന് ദിനം ദിനം ഈ കൂട്ടക്കൊല തുടരുകയാണല്ലോ അവർ. അതും ഒരു കൗതുകമാണ്. UN ജനറൽ അസംബ്ലിയിലെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും എതിർക്കുന്നു. UN സെക്യൂരിറ്റി കൗൺസിലെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും എതിർക്കുന്നു. വിദ്യാർത്ഥികൾ, ട്രേഡ് യൂണിയൻ ആക്ടിവിസ്റ്റുകൾ, ബഹുജനങ്ങൾ അവർ കൂട്ടത്തോടെ തെരുവിൽ വന്ന് നിറയുന്നു. അവരെല്ലാം ഇത് നിർത്തൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിർത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നേക്കും കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ഔദ്യോഗികമായിട്ട് 38,000 കടന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് നിർത്താത്തത്? ആ നിർത്താത്തതിൻ്റെ കാരണം നമ്മൾ പലവട്ടം പറഞ്ഞാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ പവറായിട്ടുള്ള അമേരിക്കയുടെ സർവ്വ ആശീർവാദങ്ങളോടും കൂടിയാണ് ഈ ഏർപ്പാട് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകഘടനയുടെ, ലോക രാഷ്ട്രീയത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനിഫെസ്റ്റോ, ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ട് ഞാൻ സ്ഥിരം പറയുന്ന കാര്യമാണ്, ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്ന് പറയുന്നത് അത് ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. അത് ലോക രാഷ്ട്രീയ ഘടനയെ മാറ്റുന്നതിലൂടെയേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഇത് അതിവിപുലമായ ആഴങ്ങളുള്ള, അതിവിപുലമായ ആഘാതശേഷിയുള്ള, പ്രഹരശേഷിയുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ലോക രാഷ്ട്രീയത്തിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൽ കുറേ അധികം മനുഷ്യർ കൊല്ലപ്പെടുന്നു, കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു, സ്ത്രീകൾ കൊല്ലപ്പെടുന്നു, രോഗികൾ കൊല്ലപ്പെടുന്നു. ഇതൊക്കെ നമ്മൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങളൊരു പുതിയ ലോകം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വേദനാജനകമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഹമാസിൻ്റെ നേതാക്കൾ സ്ഥിരം പറയുന്ന കാര്യമുണ്ട്. നോക്കൂ, തൊട്ടപ്പുറത്ത് അൾജീരിയ കിടക്കുന്നു. അൾജീരിയ കോളനൈസ് ചെയ്തത് ആരായിരുന്നു? അൾജീരിയ കോളനൈസ് ചെയ്തത് ലോകത്തെ ജനാധിപത്യത്തിൻ്റെ, ലിബർട്ടിയുടെ, ഫ്രറ്റേണിറ്റിയുടെ, ഇതിൻ്റെയൊക്കെ പ്രവാചക കേന്ദ്രം എന്ന് പറയപ്പെടുന്ന ഫ്രാൻസാണ് അൾജീരിയ കോളനൈസ് ചെയ്തത്. അൾജീരിയയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയുള്ള അൾജീരിയക്കാരുടെ സമരത്തിൽ 6.5 ലക്ഷം, നമ്മൾ നോട്ട് ചെയ്യണം, 6.5 ലക്ഷം മനുഷ്യർ, ഏതോ പ്രാകൃത കാലത്തെ കാര്യമല്ല പറയുന്നത്, ഈ ആധുനിക കാലത്തെ 1950കളിലെയും 60കളിലെയും കഥയാണ് ഈ പറയുന്നത്. 6.5 ലക്ഷം അൾജീരിയക്കാർ രക്തസാക്ഷികളായിട്ടുണ്ട്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഫലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു നീതിപൂർവമായ ലോകക്രമം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരം, പോരാട്ടം എന്ന് പറയുന്നത് ത്യാഗപൂർണമായിട്ടുള്ള കാര്യമാണ്, ഒരു കോസ്റ്റ്ലി അഫെയറാണ്. ആ ദൗത്യം നിർവഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ച, ചരിത്രപരമായിട്ടുള്ള ആ ദൗത്യം, ആ മുന്നണി ദൗത്യം നെഞ്ചേറ്റി മുന്നോട്ട് പോകുവാൻ ഭാഗ്യം സിദ്ധിച്ച അസാധാരണ ജനത, അത്ഭുത മനുഷ്യരുടെ സംഘം, അതാണ് ഫലസ്തീനികളെന്ന് പറയുന്നത്. അവർ അത്ഭുത മനുഷ്യരാണ്, അസാധാരണ ജനതയാണെന്ന് ഓരോ ദിവസവും അവർ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ സൈബ്, നമുക്ക് ഏതെങ്കിലും നിലക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ദുരിതങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റും എന്തുമാത്രം അതിഭീകരമായ ആക്രമണങ്ങൾക്കാണ് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യാനുഭവത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? മിലിറ്ററി ഹിസ്റ്ററിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഈ ആക്രമണം മാത്രമല്ല ഞാൻ പറയുന്നത്, ചെറുത്തുനിൽപ്പും. ഇത്രയും ചെറിയൊരു കുഞ്ഞു ദേശം 236 ദിവസമായി ഈ പറയുന്ന 6 വർഷം നീണ്ടുനിന്ന 2ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിക്കപ്പെട്ടതിനേക്കാൾ ജർമ്മനി എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഉപയോഗിക്കപ്പെട്ടതിൻ്റെ ഇരട്ടി ആയുധങ്ങൾ ഇത്രയും ചെറിയൊരു കുഞ്ഞു ദേശത്ത് പേമാരി പോലെ വർഷിച്ചിട്ടും ഈ ജനത എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഞങ്ങൾ വീഴില്ല, ലൻ നസ്കുത്ത്, ഞങ്ങൾ വീഴില്ല, ഞങ്ങൾ തളരില്ല, ഞങ്ങൾ പൊരുതി, നഫ്തി കിയ ബിർറൂഹ് ബിദ്ദം നഫ്തി കിയ ഫലസ്തീൻ, ഇതാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. ആത്മാവ് കൊണ്ട്, രക്തം കൊണ്ട്, അല്ലയോ ഫലസ്തീൻ, നിന്നെ ഞങ്ങൾ മോചിപ്പിക്കും. ഈ കരിഞ്ഞുണങ്ങിയ മൃതദേഹങ്ങൾക്കിടയിലും അവർ മുഴക്കുന്ന മുദ്രാവാക്യം അതാണ്, ബിർറൂഹ് ബിദ്ദം നഫ്തി കിയ ഫലസ്തീൻ. എന്ന് പറഞ്ഞാൽ ഈ ആക്രമണം മനുഷ്യരാശിയുടെ മനുഷ്യാനുഭവങ്ങളുടെ ചരിത്രത്തിലെ അസാധാരണമായ സംഗതിയാണെന്നതുപോലെ തന്നെ മനുഷ്യാനുഭവങ്ങളുടെ ചരിത്രത്തിലെ അത്യസാധാരണമായിട്ടുള്ള സംഗതിയാണ് അവിടെ നടക്കുന്നത്, ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത്. ഞാൻ നിശ്ചയമായും വിചാരിക്കുന്നത് മനുഷ്യ സമുദായത്തെ ഒരു ചുവട് മുന്നോട്ട് കൊണ്ടെത്തിച്ചിട്ടേ ഈ പോരാട്ടവും ഈ ആക്രമണവും ഈ ചെറുത്തുനിൽപ്പും അവസാനിക്കുകയുള്ളൂ എന്നാണ്. അജിംസ്, ഉള്ളിൽ പ്രതിഷേധം അമർഷയൊക്കെ ഉണ്ടായിട്ടും ആദ്യഘട്ടത്തിൽ അത് തുറന്നു പറയാൻ മടിക്കുകയോ പേടിക്കുകയോ ഒക്കെ ചെയ്ത ഈ പ്രമുഖരൊക്കെ ഇപ്പോൾ ഈ ഹാഷ്ടാഗിൽ അണിനിരന്നിട്ടുണ്ട്. ഈ ഹാഷ്ടാഗ് കുറെ കൂടി വളരും തോന്നുന്നുണ്ടോ? ഈ ഹാഷ്ടാഗ് ഇപ്പോൾ പെട്ടെന്ന് പൊടുന്നനെ ഉണ്ടാകുന്നൊന്നുമല്ല. ഇപ്പോൾ ദിവസം പറഞ്ഞല്ലോ, ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു BBC ആയിട്ട് മറ്റും സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. കാരണം വെച്ചാൽ ഈ റഫേലേക്കൊരു ഒരു ആക്രമണം പ്രഖ്യാപിച്ച സമയത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഓൾ ഐസ് ഓൺ റഫ എന്നുള്ളത്. അത് പിന്നീട് ഈ ഓക്സ്ഫാം ഒക്കെ നിരന്തരം ട്വീറ്റ് ചെയ്യുമ്പോൾ ആ വാക്ക് ഉപയോഗിക്കുമായിരുന്നു. അത് പ്രത്യേകമായി എടുത്തു പറയും. കാരണം റഫേലേക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ അത് ഇറ്റലിയിൽ താമസിക്കുന്ന സാധാരണക്കാരായ അഭയാർത്ഥികൾ ഒരു വട്ടം ഓടിപ്പോകുന്ന ആളുകളെ കൊല്ലാൻ വേണ്ടിയാണ് ആക്രമണം എന്നറിയാവുന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ ബോധമായിട്ട് പറയുന്നത്. ഇപ്പോൾ അതിനൊരു മൊമെൻറ്റം കിട്ടി ഈ മാസങ്ങൾക്കിടയിൽ. കാരണം റഫേൽ ആക്രമിക്കുമോ, റഫ എന്നത് റെഡ് ലൈനാണ് എന്ന് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. അത് റെഡ് ലൈനാണ്, അത് എതിക്കരുത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു അമേരിക്ക അങ്ങനെ വാൺ ചെയ്ത സ്ഥിതിക്ക് ഇസ്രായേൽ അത് ചെയ്യില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇന്നലെ വൈറ്റ് ഹൗസ് അതിനെക്കുറിച്ച് വിശദീകരിച്ചത് അവർ റെഡ് ലൈൻ ഭേദിച്ചിട്ടില്ല എന്നാണ്. അതായത് അതൊരു പ്രിസിഷൻ അറ്റാക്കായിരുന്നു. അങ്ങനെ റെഡ് ലൈൻ ഭേദിച്ച് ഈ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സിറ്റി സെൻറ്ററിലേക്ക് ഇസ്രായേൽ സൈന്യം വലിയ തോതിൽ വന്നിട്ടില്ല എന്നാണ് വൈറ്റ് ഹൗസ് വിശദീകരിക്കുന്നത്. പക്ഷേ അവിടെ എന്താണെന്നാണ് നമുക്കറിയാം. കഴിഞ്ഞ ഞായറാഴ്ച അവിടെ ഉപയോഗിച്ചത് അമേരിക്കയുടെ ബോംബാണ്. അമേരിക്ക ഇവർക്ക് ഷിപ്പ് ചെയ്ത് കൊടുത്ത ബോംബാണ് അവിടെ ഉപയോഗിച്ചതെന്ന് തെളിവിന്ന് ഗാർഡിയൻ പുറത്തു വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇസ്രായേലി പത്രങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് GBU 39 എന്ന് പറയുന്ന അമേരിക്കയുടെ 100 കിലോ മാത്രം ഭാരമുള്ള പ്രിസിഷൻ, അതായത് കൃത്യമായി എവിടെയാണ് പതിക്കേണ്ടതെന്ന് പ്രിസൈസ്ലി, അതായത് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ബോംബുകൾ. വെറുതെ ഫ്ലൈറ്റിൽ നിന്ന് ഇടുന്നതല്ല, അത് ഫ്ലൈറ്റിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്ത് എവിടെ വീഴണമെന്നതിന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന തരം ബോംബാണ് പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറയും. അപ്പോൾ സാധാരണ അത് ചെയ്യുന്നത് വെച്ചപ്പോൾ വലിയ കൊളാട്രൽ ഡാമേജസ് ഉണ്ടാക്കാവുന്ന സ്ഥലത്തൊരു ബോംബ് ഇടുകയാണ്. അപ്പോൾ കൊളാട്രൽ ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടി ആരെയാണോ കൊല്ലേണ്ടത്, ഏത് കെട്ടിടമാണോ തകർക്കുന്നത്, ആക്ച്വലി ഇത് കൊല്ലാനുള്ള ബോംബല്ല, കെട്ടിടങ്ങൾ തകർക്കാനുള്ള ബോംബാണ്. അതായത് ഇപ്പോൾ ഒരു നഗരത്തിൽ ഒരു ഓഫീസ് തകർക്കണം, അപ്പോൾ ആ ഓഫീസിൽ തന്നെ കൃത്യമായി പതിക്കുകയും മറ്റുള്ള ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം വരരുത് എന്നുദ്ദേശിച്ച അതിനുവേണ്ടി നിർമ്മിച്ച ബോംബാണ്. അങ്ങനെ ഒരു ബോംബാണ് ഈ മനുഷ്യർ തിങ്ങി പാർക്കുന്ന ടെൻറ്റിലേക്ക് കൊണ്ടുപോയിടുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ നെതന്യാഹു പറയുന്നത് അതൊരു മിസ്റ്റേക്കാന്ന് പറഞ്ഞാൽ നെതന്യാഹു ചെയ്യുന്നതല്ല, നെതന്യാഹു തന്നെ മിസ്റ്റേക്കാണ്, ഇസ്രായേൽ തന്നെ മിസ്റ്റേക്കാണ്. അവരത് മിസ്റ്റേക്ക് എന്നല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അപ്പോൾ അതൊരു മിസ്റ്റേക്കാണെന്ന് നെതന്യാഹു പറയുന്നു, വൈറ്റ് ഹൗസ് പറയുന്നു അവർ റെഡ് ലൈൻ ലംഘിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇതിനോട് ഈ ഓൾ ഐസ് ഓൺ റഫ എന്നൊരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ കൂടിയല്ലാതെ മനുഷ്യന്മാരെങ്ങനെ പ്രതികരിക്കുക? ലോകത്തെ ഏറ്റവും വലിയ കള്ളവും ഏറ്റവും വലിയ വഞ്ചനയുമാണ് രണ്ടുപേരും പറയുന്നത്. വൈറ്റ് ഹൗസ് പറയുന്നു, നെതന്യാഹു പറയുന്നു. അതിനോട് ഇങ്ങനെയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 3.9 കോടി മനുഷ്യർ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലുമായിട്ട് ആ ഒരു ഹാഷ്ടാഗ് ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ലോകത്തെ 650 കോടി മനുഷ്യരിൽ 4 കോടിയോളം മനുഷ്യർ ഇത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതിൻ്റെ അർത്ഥം മനുഷ്യർ ഇങ്ങനെയെങ്കിലും പ്രതികരിക്കണ്ടേ? ഇങ്ങനെയെങ്കിലും നമ്മളതിനെ ചെറുതായി കാണുമല്ല, മനുഷ്യർ അങ്ങനെയെങ്കിലും പ്രതികരിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം കൂടാനുള്ളൊരു കാരണം തന്നെ ഒന്ന് ഈ ഞായറാഴ്ചത്തെ അറ്റാക്ക് അത് അമേരിക്കയുടെ ബോംബാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മളതിനെ മനസ്സിലാക്കണം, അമേരിക്കയുടെ ബോംബാണ് എന്നുള്ളതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, അതിനെ നെതന്യാഹു ന്യായീകരിക്കുന്നു, മിസ്റ്റേക്കാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു, വൈറ്റ് ഹൗസും അതിനെ ന്യായീകരിക്കുന്നു. അതിനോട് രാഷ്ട്രീയമായ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം പോകുന്നു പറഞ്ഞാൽ ഇന്ന് ഇസ്രായേലിൻ്റെ സൈനിക ഉപദേഷ്ടാവ് പറഞ്ഞിട്ടുണ്ട് ഒരു 7 മാസം കൂടി ഗസ അറ്റാക്ക് തുടരേണ്ടി വരും എന്നാണ്. 7 മാസം എന്ന് പറഞ്ഞാൽ 2024 മുഴുവൻ ഈ യുദ്ധം ഉണ്ടാവും. നമ്മൾ എവിടെ നിന്ന് സംസാരിക്കുന്നത്? വെടിനിർത്തലിന് UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം വഴി ആഹ്വാനം ചെയ്തിരിക്കുന്നു, ICC ആഹ്വാനം ചെയ്തിരിക്കുന്നു, ICJ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ലോകം മുഴുവൻ വെടിനിർത്തൽ വേണം എന്ന് ജനങ്ങൾ തെരുവിലിറങ്ങി ആവശ്യപ്പെടുന്നു. വെടിനിർത്തൽ സാധ്യമാകാത്തതിനെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും, സ്പെയിൻ, അയർലൻഡ്, അതുപോലെ നോർവേ പോലുള്ള രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നു. യൂറോപ്പിൽ ഇതുവരെ ഉണ്ടായിരുന്നൊരു നിസ്സംഗത വെടിഞ്ഞ് ജനങ്ങൾ കുറെ കൂടി പ്രോ പലസ്തീൻ നിലപാടിലേക്ക് വരുന്നു. വെടിനിർത്തൽ വേണം എന്ന് ലോകവേദികൾ മുഴുവൻ ആവശ്യപ്പെടുമ്പോഴാണ് ഇസ്രായേലിൻ്റെ സൈനിക ഉപദേഷ്ടാവ് പറയുന്നത് 2024 യുദ്ധം തുടരേണ്ടി വരും, 2024 യുദ്ധം നിൽക്കില്ല, അതിനകത്ത് വെടിനിർത്തലിന് ഇസ്രായേൽ സന്നദ്ധമല്ല എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് ആർക്കും മനസ്സിലാവാത്ത കാര്യമൊന്നുമല്ല. അത് വൈറ്റ് ഹൗസിന് മനസ്സിലാവാത്തതല്ല, യൂറോപ്യൻ യൂണിയന് മനസ്സിലാവാത്തതല്ല, UN അംഗരാജ്യങ്ങൾക്ക് മനസ്സിലാവാത്തതല്ല, UN സെക്യൂരിറ്റി കൗൺസിൽ മനസ്സിലാവാത്തതല്ല. കുറേ സമയമെടുത്ത് അന്താരാഷ്ട്ര പിന്തുണയോടെ നടക്കുന്ന ഒരു ജനസൈഡാണിത്, വംശഹത്യയാണ് നടക്കുന്നത്. അത് അവർ കരുതി ഉറപ്പിച്ചാണ്. അവർക്ക് ഹമാസിനെ തീർക്കലോ ഹമാസിനെ കൊല്ലലോ അല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കലോ ഒന്നും അല്ല അവരുടെ ലക്ഷ്യം. ഒരു വംശഹത്യ അവർ ലക്ഷ്യമിട്ടുണ്ട്. ആ വംശഹത്യ 2024 വംശഹത്യ എന്ന് പറയുമ്പോൾ ചുരുങ്ങിയ സമയത്ത്, ഇപ്പോൾ റുവാണ്ടൻ വംശഹത്യയിലൊക്കെ നടന്നതുപോലെ ചുരുങ്ങിയ സമയത്ത് കുറേ പേരെ കൊല്ലുക എന്നുള്ളതല്ല, കുറച്ച് സമയമെടുത്ത് ആളുകളെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എത്ര സമയം എടുത്തിട്ടാണെങ്കിലും അവരത് ചെയ്യും. ആ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകുന്നു.
അപ്പോൾ ഈ വംശഹത്യ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഈ ലോകം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ലോകത്തിൻ്റെ പ്രതികരണം മുമ്പത്തെ പോലെയല്ല. അതായത് ഒരു 90കളുടെ തുടക്കം മുതൽ ഇപ്പോൾ 2024 കാലം എടുത്താൽ ഫലസ്തീൻ കോസിന് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്ന ഒരു സമയമാണിത്. നമ്മളിപ്പോൾ ഈ ഓൾ ഐസ് ഓൺ റഫയെ നമ്മൾ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല. ഞാൻ പറയുന്നത് 3.9 crores എന്ന് നമുക്ക് കാണാവുന്ന പിന്തുണയാണ്. ഈ കാണാൻ പറ്റാത്ത പിന്തുണ വേറെയുണ്ട്. നമുക്ക് എണ്ണാവുന്ന പിന്തുണയാണ് 3.9 crores. അതല്ലാത്ത പിന്തുണ വേറെയുണ്ട്. ഇത്രയും പിന്തുണ ഫലസ്തീൻ കോസിന് ലോകത്ത് ഒരു സമയത്തും ലഭിച്ചിട്ടില്ല. ഇത് അവിടെ കൊല്ലപ്പെടുന്ന മനുഷ്യരോടുള്ള സഹതാപമോ ഐക്യദാർഢ്യമോ മാത്രമല്ല, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാവണം, അങ്ങനെ ഒരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാവണം എന്ന കോസിനോടുള്ള പിന്തുണ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ആരൊക്കെയാണ് അത് ഷെയർ ചെയ്യുന്നത്? ഇപ്പോൾ രശ്മിക മന്ദാന, അങ്ങനെയുള്ള സെലിബ്രിറ്റീസ്, പ്രിയങ്ക ചോപ്രയെ പോലെയല്ല, അങ്ങനെ കുറേ അധികം സെലിബ്രിറ്റീസ്, ഇന്ത്യൻ സെലിബ്രിറ്റീസ് ഷെയർ ചെയ്യുന്നു. ആലിയ ഭട്ട്, ഇവരൊക്കെയും ഈ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും അറിഞ്ഞ് പഠിച്ചിട്ടല്ല അത് ഷെയർ ചെയ്യുന്നത്. അവർക്കറിയാം ഇതുവരെ ഉണ്ടായ സംഭവവികാസങ്ങൾ അവർക്ക് മനസ്സിലായി. ഫലസ്തീൻ കോസ് എന്ന് പറയുന്ന ഒരു കോസാണ്, അതിനോടൊപ്പം നിൽക്കണമെന്ന് അവർക്ക് തോന്നുകയാണ്. അത്രമാത്രം പ്രചാരണപരമായി ഈ ഫലസ്തീൻ കോസിന് വേണ്ടി ലോകത്ത് നിൽക്കുന്ന ആളുകൾ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം, ഒരു ജനസൈഡ് നടക്കാൻ പോകുന്നു. നമ്മൾ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ജൂത വംശഹത്യ നടന്ന സമയത്ത്, ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ കാലത്ത് ജൂത വംശഹത്യ നടന്ന സമയത്ത് ഇപ്പോൾ എങ്ങനെയാണോ ഫലസ്തീൻ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ നോക്കിയിരുന്നത്, അതുപോലെ നോക്കിയെന്നവരാണ് ലോകരാജ്യങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന് തൊട്ട് മുമ്പ് ജനങ്ങൾ നോക്കി നിൽക്കുമ്പോഴാണ് നടന്നത്. ആർക്കും അറിയാഞ്ഞിട്ടല്ല ഹിറ്റ്ലർ അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ജൂതന്മാരെ പിടിച്ചുകൊണ്ടുപോയി അവിടെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണെന്നും ഇത് ലോകത്തിന് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവരത് നോക്കി നിന്നു. ഇന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഇന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അന്ന് കാണുകയല്ല, കേൾക്കുകയാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളത്. കണ്ടുകൊണ്ടിരിക്കുകയാണ്, ക്യാമറകളുടെ മുമ്പിലാണ് നടക്കുന്നത്. അവിടെ ഈ ലോക മനസ്സാക്ഷി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അവിടെ ഇപ്പോൾ ദാവൂദ് സാഹിബ് പറഞ്ഞ പോലെ ഭരണകൂടങ്ങളും സിവിലിയൻസും രണ്ടായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ചെയ്യുന്നത് ശരിയാണ്, ഇവരെയൊക്കെ കൊല്ലണം, വംശഹത്യ നടത്തണം എന്ന് വാദിക്കുന്നവർ വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ ഈ ലോകത്ത്. ആ വളരെ കുറച്ച് ആൾക്കാരിൽ കുറച്ച് പേർ മലയാളം സംസാരിക്കുന്നവരുമുണ്ട് എന്നൊരു ദുഃഖം നമുക്കുണ്ടാവണം. അത്രയേ ഉള്ളൂ. മലയാളം സംസാരിക്കുന്ന കുറച്ചാളുകൾ, അവർ വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ ഓക്കലാണ്, അവർ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരിൽ മലയാളം സംസാരിക്കുന്നവരുണ്ട് എന്നൊരു നാണക്കേട് മാത്രമേ മലയാളികൾ എന്നതിൽ നമുക്കുണ്ടാവേണ്ടതുള്ളൂ. തീർച്ചയായും ഇത്രയൊക്കെ ആയിട്ടും ഈ സമയം പോലും റഫേലെ ആക്രമണം അവസാനിപ്പിക്കുന്നുവെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അത് തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ആകെ കൂടി ലോക ജനതയ്ക്ക് ചെയ്യാനുള്ളത് പുറത്തു നിന്നുള്ള ഐക്യദാർഢ്യം മാത്രമാണ്. അതുകൊണ്ട് ഈ #ക്യാമ്പയിൻ ഇനിയും വളരുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല.